ഹലോ ഗൈസ്, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വ്ളോഗ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് മൂക്ക് കുത്തണം എന്ന്. പലതവണ ഞങ്ങൾ അതിന് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ അത് വേണ്ട എന്ന് വയ്ക്കാറുള്ള ഒരു ഇതായിരുന്നു രണ്ടുപേരും. ഏട്ടൻ പറഞ്ഞു നമുക്ക് പോവാം, ഇന്ന് തന്നെ പോവാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല. ഇനിയും ആലോചിച്ച് നിന്നാൽ ചിലപ്പോൾ അത് വേണ്ടെന്ന് വയ്ക്കും. അതുകൊണ്ട് അപ്പോൾ തന്നെ ഏട്ടൻ പറഞ്ഞു ഇപ്പോൾ തന്നെ പോവാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടേക്കുള്ള യാത്രയിലാണ്. ഭയങ്കര ബ്ലോക്കായിരുന്നു. ഒരു ഫ്രൈഡേ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ കലൂർ ആ ഭാഗം എത്തിയപ്പോൾ ഭയങ്കര സ്റ്റേഡിയത്തിൻ്റെ അവിടെയൊക്കെ ഭയങ്കര കൂളായിട്ടുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ അവിടെ എത്തി. നമ്മൾ ഈ ഒരു ടാറ്റു സ്റ്റുഡിയോ എന്നാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഏട്ടന് മുമ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് വലിയൊരു പേടി കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല. ഇതിനവിടെ ഭയങ്കര കൂളായിരുന്നു. ഇതാണ് ഞങ്ങൾ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഏട്ടനെ എനിക്ക് മൂക്കും കുത്തുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഏട്ടൻ്റെ മേൽക്കാത്ത് കുത്തുന്നുണ്ടായിരുന്നു. ആദ്യം മൂക്ക് കുത്തുമ്പോൾ വിചാരിച്ചു ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ എനിക്ക് മൂക്ക് കുത്തി. പെയിൻ ഉണ്ടായിരുന്നു കുത്തുമ്പോൾ. അതൊരു പറയും ചെറിയൊരു പെയിൻ ഉണ്ടാവുന്നു, ചെറുതിന്. അപ്പോഴൊക്കെ ഞാൻ ഓക്കെ ആയിരുന്നു, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്നെ കൊണ്ട് പറ്റുമെന്നൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പയ്യെ എനിക്ക് തല ചുറ്റുന്ന പോലെയൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആയി. അങ്ങനെ ഏട്ടൻ്റെ മൂക്ക് കുത്താൻ വേണ്ടിയിട്ടിരുന്നു. ഏട്ടൻ പിന്നെ ഒരു തവണ സെറ്റം കുത്തിയത് കൊണ്ട് ഏട്ടന് അത്ര വലിയൊരു പേടി ഉണ്ടായിരുന്നില്ല മൂക്ക് കുത്തുന്ന കാര്യത്തിലൊന്നും. മൂക്ക് കുത്തുന്ന കാര്യത്തിൽ മാത്രമല്ല, അത് ഇനി ആ ചെവിയുടേതായാലും അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം ഏട്ടൻ കരഞ്ഞു കേട്ടോ. ഞാൻ കരയുന്നൊക്കെ വിചാരിച്ചു, പിന്നെ കണ്ണിന്ന് വെള്ളം ഒന്നും വന്നില്ല. അങ്ങനെ ആദ്യം ഏട്ടൻ്റെ മൂക്ക് കുത്തി. കണ്ടോ. അപ്പോൾ അടുത്തത് കാതാണ് കുത്തുന്നത്, മേൽക്കാതാണ് കുത്തുന്നത്. അപ്പോൾ അതും കുത്തിയിട്ടുണ്ടായിരുന്നു. രണ്ട് ചെവിയിലും കുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളത്തെ എൻ്റെ ആഗ്രഹം സാധിച്ച് സന്തോഷമായിരുന്നു ഞാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.